ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ 10-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനമാണ്. നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. നല്ലൊരു വചനമാണ്, മനസ്സിലെപ്പോഴും സൂക്ഷിക്കാൻ തോന്നുന്ന ഒരു വചനമാണ്. നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിച്ച സമയം മുതൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒറ്റ ഒരു പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഭയപ്പെടേണ്ട, നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സ്വർഗത്തിൻ്റെ അഭിസംബോധനയും സ്വർഗത്തിൻ്റെ ഒരു മുദ്രയും ഒരു കയ്യൊപ്പൊക്കെ വെച്ചു കൊടുക്കുന്നത് ഒറ്റ ഒരു പ്രാവശ്യമാണ്. പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ ഓരോ പ്രശ്നം തീരുമ്പോഴും അടുത്തത്, ഒരു വേദന കഴിയുമ്പോഴേക്കും അടുത്തത്, അങ്ങനെയായിരുന്നു ഓരോ അനുഭവങ്ങളും. പക്ഷേ ഒരിക്കൽ പോലും അമ്മ തളർന്നു വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരിക്കൽ പോലും അമ്മ പിന്തിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഈശോയെ പോലും നിർബന്ധിക്കുകയാണ്, മോനെ അവിടെ വീഞ്ഞില്ല കേട്ടോ, മോനെ ഇന്നത് ചെയ്യണം. അങ്ങനെ അമ്മ എല്ലാ സമയവും ഈശോയെ മഹത്വപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെ ജീവിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നിരുന്നു എന്നാണ്. ഇരുന്നു എന്നല്ല, തളർന്നിരുന്നു എന്നല്ല, തലകറങ്ങി വീണു എന്നല്ല, അമ്മ കുരിശിൻ്റെ താഴെ നിന്നിരുന്നു എന്നാണ്. ഒരു വലിയ ആത്മധൈര്യത്തിൻ്റെ മാതൃക എന്ന പോലെ, ഒരു വലിയ വെല്ലുവിളി പോലെ തന്നെ അമ്മ കുരിശിൻ്റെ താഴെ നിൽക്കുകയാണ്. എത്രയോ വലിയൊരു വേദനയാണത്. ഏകമകൻ, നല്ലൊരു പ്രായം, 33 വയസ്സ്, ഇതാ തൻ്റെ മകൻ തൻ്റെ കൺമുൻപിൽ വെച്ചിട്ട് അവസാന ശ്വാസം വലിക്കുകയാണ്. എല്ലാവരും കൂടെ എതിരെ നിന്നിട്ട് കുരിശിൽ തറച്ച് തൻ്റെ ഏക മകനെ കൊല്ലുകയാണ്. ഏതമ്മയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുക? ഏതമ്മയെ തളരാതിരിക്കുക? ഒരു കൊച്ചു വേദന വരുമ്പോഴേക്കും നമ്മളൊക്കെ തകർന്നു പോകുകയല്ലേ? അമ്മ ശക്തയായിരുന്നു, അമ്മ ധൈര്യമുള്ളവളായിരുന്നു. അമ്മയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് ഈ ആത്മധൈര്യമായിരുന്നു. ഏത് സമയത്തും എന്തിനേയും ഏതവസ്ഥയെയും നേരിടാൻ ഒരാത്മധൈര്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ ഈ ഒരു സന്ദേശം തന്നെ ഇന്ന് നമുക്ക് തരും. കുഞ്ഞെ, ആത്മധൈര്യം നശിപ്പിച്ച് കളയല്ല, ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയല്ല. ഏത് സാഹചര്യത്തിലും നിനക്കും വേണം ആത്മധൈര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സുടക്കിപ്പോകല്ല്, തകർന്നു പോകല്ല്, തളർന്നു വീഴല്ല്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് വീണ്ടും ബലമായിട്ട് തീരും. എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ ധൈര്യം തന്നെയാണ്. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, മറ്റെല്ലാ പുണ്യങ്ങളെക്കാളും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ ധൈര്യം തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ, ആത്മധൈര്യം ഉണ്ടെങ്കിൽ മറ്റെല്ലാ പുണ്യങ്ങളിലും എളുപ്പത്തിൽ നമുക്ക് വളരാൻ പറ്റും. ധൈര്യമില്ലാത്തൊരു മനസ്സിന്, ആത്മധൈര്യം കിട്ടാത്തൊരവസ്ഥയിൽ മറ്റ് പുണ്യങ്ങളിൽ വളരാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ CJ വർക്കിയച്ചൻ അച്ഛൻ ഇന്ന് സ്വർഗത്തിലാണുള്ളത്. 8 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് യാത്രയായി. അച്ഛൻ മരിക്കാറായ സാഹചര്യത്തിൽ, എന്ന് പറഞ്ഞാൽ രോഗശയ്യയിലാണ്, തീർത്തും അവശ നിലയിലാണ്. അച്ഛന് സ്വന്തമായിട്ടൊന്നും എഴുന്നേറ്റിരിക്കത്തില്ല, ഒന്നും തനിയെ ചെയ്യത്തില്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കണം. അങ്ങനെ രോഗ അവസ്ഥയിൽ കഴിയുന്ന സാഹചര്യത്തിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും ഇനിയൊരു ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഒരു ആഗ്രഹം ഇനി ബാക്കിയുണ്ടോ? ഞങ്ങളുടെ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് MSMI സഭയൊക്കെ സ്ഥാപിച്ച്, ധ്യാന കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ച്, അനേകരെ പരിശുദ്ധാത്മ നിറവിലേക്ക് വളർത്തി, വലിയ കാര്യങ്ങൾ സഭയ്ക്ക് സംഭാവന ചെയ്ത്, അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച്, കൃപയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കിയച്ചൻ. അപ്പോൾ ഈ വർക്കിയച്ചനോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടോ ബാക്കി? എന്തെങ്കിലും? മരിക്കാൻ കിടക്കുന്ന അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് റഷ്യയിൽ പോയിട്ട് വചനം പറയണമെന്ന്. റഷ്യയിൽ ധ്യാനിപ്പിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന്. സ്വയമായിട്ടൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും അച്ഛനെ പറ്റത്തില്ല. ആത്മധൈര്യത്തിൻ്റെ ഒരു വലിയ മാതൃകയായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അച്ഛന് റഷ്യയിൽ പോകാൻ പറ്റിയില്ല. അച്ഛൻ സ്വർഗത്തിലിരുന്ന് റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, തീർച്ചയായും റഷ്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര പ്രായം ചെന്നാലും ആത്മധൈര്യം നഷ്ടപ്പെടുത്താത്ത അനേകരെ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായമുള്ളവർ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും മുഴുവൻ ധൈര്യവും നഷ്ടപ്പെട്ടിട്ട് തളർന്നിരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. പ്രതികൂലങ്ങളിൽ മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു വീഴാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ പൗലോസ്ലേഹ
കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ പൗലോസും സീലാസും ഓർക്കുന്നില്ലേ, അവർ ചങ്ങലകളാൽ ബന്ധിതരാണ്, അവർക്ക് അനങ്ങാൻ പറ്റുകയില്ല. അവർ ആ അവസ്ഥയിൽ ഈശോയെ പ്രഘോഷിച്ചു എന്ന തെറ്റ് മാത്രം, വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരൊറ്റ അവസ്ഥയിൽ ജയിലിൽ തടവറയ്ക്കുള്ളിൽ ചങ്ങലകളാൽ ബന്ധിതരായി കഴിയുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവരത് ചങ്ങലകളെ കാണും, അവർ സ്തുതിക്കും. അവരുടെ വേദനകളെ ഓർക്കും, അവർ സ്തുതിക്കും. ദൈവത്തിന് നന്ദി പറയാൻ. ഭാവിയിൽ എന്താവും, നാളെ എന്താ സംഭവിക്കാൻ പോണത്, അവർ കൊന്നുകളയുമോ, ജീവന് ഭീഷണിയാണോ, അവർക്കത് വിഷയമല്ല. അവർക്ക് വിഷയമല്ല. അവരായിരിക്കുന്ന അവസ്ഥയിൽ ആ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ. ഞെരുക്കങ്ങളിൽ, പീഡകളിൽ, രോഗങ്ങളിൽ, പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ നമുക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണം. ആത്മധൈര്യം ചോർന്നു പോകല്. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു യുവാവ്, ഡോക്ടറാണ്, MD കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരൻ, ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചുപോയി. ഒരു 2 മാസമൊക്കെ ആകുന്നേ ഉള്ളൂ അമ്മച്ചി മരിച്ചിട്ട്. അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. അമ്മച്ചി വലിയ ഒരു 4th സ്റ്റേജിലൂടെയൊക്കെ പോയപ്പം ഞങ്ങൾക്കറിയായിരുന്നു അമ്മച്ചി മരിക്കുമെന്ന്. പക്ഷേ അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോയത് അത് ഉൾക്കൊള്ളാൻ ആകുന്നില്ല. വല്ലാത്ത വേദന തോന്നുകയാണ്. എന്തിനും ഏതിനും ഈ അമ്മയെ, ഈ മക്കൾ 2 പേര്, 2 ആൺകുട്ടികളാണ് അവർ. ഇവർ 2 പേരും ഏതൊരാവശ്യത്തിനും ഈ അമ്മയെ ആശ്രയിക്കും. ഈവൻ ഒരു ഷർട്ട് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പോലും അമ്മയാണ് കളറ് സെലക്ട് ചെയ്യുക, അമ്മയാണ് ഏത് തുണി എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അമ്മയായിരുന്നു എല്ലാം നയിച്ചുകൊണ്ടിരുന്നത്. ഈ അമ്മയുടെ വേർപാട് താങ്ങാനേ പറ്റുന്നില്ല. വീട്ടിൽ കയറിയ ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല, വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നാറില്ല, ആരോടും സംസാരിക്കാൻ പറ്റാതെയായി, മനസ്സങ്ങ് ഇടിഞ്ഞു പോവാൻ. ഓർക്കുന്തോറും, അമ്മയുടെ മുഖം ഓർക്കുന്തോറും സങ്കടമാണ്. അപ്പച്ചനെ കണ്ടാൽ അതിലേറെ സങ്കടം. ആരോടും, ഞങ്ങൾ 3 പേരും വീട്ടിൽ സന്ധ്യയ്ക്ക് വന്നാൽ പരസ്പരം മിണ്ടാൻ തോന്നാറില്ല. പിണക്കമായിട്ടല്ല, അരിശം കൊണ്ടല്ല, സങ്കടം കൊണ്ട്. അമ്മയുടെ വേർപാട് ഹൃദയത്തിൽ ഉളവാക്കിയ വേദന അത് സ്വീകരിക്കാൻ പറ്റാതെ മനസ്സ് നീറുകയാണ്. ഈ സഹോദരൻ പറയാണ്, സിസ്റ്ററെ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും തോന്നുന്നു. വിവാഹിതനാകണമെന്ന് കുറച്ച് നാൾ മുമ്പൊക്കെ ആഗ്രഹിച്ചിട്ട് കല്യാണാലോചനകളിലേക്കൊക്കെ പ്രവേശിച്ചതാണ്. പക്ഷേ ഒന്നും ചെയ്യാനിപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഒന്നിലേക്ക് മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നില്ല. മനസ്സ് വല്ലാണ്ട് തളർന്നു. കുറേ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാറില്ല, യേശുവേ എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാറില്ല. അമ്മയുടെ മുഖം ഓർക്കുക, കരയുക. ചിലപ്പം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഇട്ടിട്ട് അത് കുടിക്കാൻ, ഇവർ തന്നെ വേണമല്ലോ കാപ്പി ഉണ്ടാക്കാൻ, വേറെ ആരും ഇല്ല വീട്ടിൽ. ഈ അപ്പനും മക്കളും കൂടെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ ഗ്ലാസും പിടിച്ചിട്ടിരിക്കുമ്പോൾ പിന്നെയും അമ്മയെ ഓർക്കും, ഇരുന്ന് കരയും. അങ്ങനെയായിരുന്നു ഇവർ. ഈ മകൻ ധ്യാനിക്കാൻ വന്നു. മുഴുവൻ സമയവും വചനം കേട്ടു. കർത്താവിൻ്റെ അടുത്തിരുന്ന് സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഈ വേദനയെ ഓർത്ത്, അമ്മയില്ലാത്ത ഈ വേദനയെ ഓർത്ത്, അമ്മയെ അങ്ങ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി വേദന എനിക്ക് സമ്മാനിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആരംഭിച്ചു. ധ്യാനം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ എന്നോട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇപ്പോൾ ആശ്വാസമായി, ഇപ്പോൾ സമാധാനമായി, ഇനി എനിക്ക് അമ്മയില്ലല്ലോ എന്നുള്ള സങ്കടമില്ല. കാരണം പരിശുദ്ധ അമ്മ എൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ധൈര്യം തോന്നുന്നു മനസ്സിൽ. ഇനി എന്ത് പ്രശ്നം വന്നാലും അതിജീവിക്കാനുള്ളൊരു കൃപയിലേക്ക് കർത്താവ് എന്നെ ഉയർത്തി. എനിക്ക് ബോധ്യമായി. സന്തോഷത്തോടെ ആ മകൻ യാത്രയായി. ഇന്ന് അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. നല്ലൊരു പീഡിയാട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. മിടുക്കനായിട്ട് ഒത്തിരി രോഗികളായ മക്കളെ സുഖപ്പെടുത്താൻ ഈ സഹോദരനെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, എൻ്റെ സഹനങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, എൻ്റെ വേദനകളൊക്കെ, എൻ്റെ കഠിന വേദന എൻ്റെ കർത്താവ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് ഈശോയുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മോനായിട്ട് മാറി. ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മോനായിട്ട് മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ വേർപാടുകളും വേദനകളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ വരുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആത്മധൈര്യം ചോർന്നു പോകാൻ സാധ്യതകളുണ്ട്. നമുക്ക് വിശ്വസിച്ച് കർത്താവിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ചില സഹനങ്ങൾ ചില ചങ്ങലകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തോന്നുകയല്ലേ, ഈ ഒരു വേദന എന്തേ എനിക്ക് മാത്രം? ചില പാനപാത്രങ്ങൾ നമ്മൾ തന്നെ കുടിച്ചേ പറ്റൂ. ചില കാസകൾ, സഹനത്തിൻ്റെ കാസ, അത് നമുക്ക് തന്നെ ഉള്ളതാണ്. അത് അയൽപ്പക്കക്കാർക്കുള്ളതല്ല, അതെനിക്ക് തന്നെ എൻ്റെ കർത്താവ് തരുന്നതാണ്. അത് ഞാൻ തന്നെ കുടിച്ചേ പറ്റൂ, അത് ഞാൻ തന്നെ വഹിച്ചേ പറ്റൂ. ആ കുരിശ് എൻ്റെ ചുമലിൽ നിന്ന് മാറ്റി വയ്ക്കത്തില്ല, ഞാൻ തന്നെ എടുക്കേണ്ടി വരും. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധ്യമല്ല. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. യഥാകാലം എല്ലാം വെളിവാവും. ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. എന്തേ എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ? എന്തേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ?
ആത്മധൈര്യം നഷ്ടപ്പെടാതെ നമുക്ക് മുന്നേറണം. ക്രിസ്തുവിൻ്റെ കരം പിടിച്ചിട്ട് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ ബ്ലഡ് ക്യാൻസർ രോഗിയായപ്പോൾ ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. 3 മക്കളുടെ അപ്പച്ചനാണ്. 3 മക്കളുണ്ട്, ചെറിയ മക്കളാണ്. മൂത്ത കൊച്ച് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു വന്നിരുന്നൊരു കുടുംബമാണ്. ഇടവകയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. രൂപത തലത്തിൽ പോലും തൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരുപാട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ടുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്ലഡ് ക്യാൻസർ വരിക. ഞങ്ങൾ ഈ സഹോദരൻ്റെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കാണാനായിട്ട് പോയി. വേറൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോകുന്ന വഴിയിൽ ആശുപത്രിയിൽ കയറിയിട്ട് ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാം എന്നോർത്തിട്ട് കയറിയതാണ്. മുറിയിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുകയാണ്. ഇദ്ദേഹം നോട്ട് ബുക്കിൽ കിടന്നുകൊണ്ട് തന്നെ പതുക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കി, എന്താ പോലും ഇത്രയും ഈ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ നോട്ട് കുറിക്കുന്നത് എന്താണ്? ഞാൻ ആ നോട്ട് ബുക്ക് വാങ്ങി നോക്കി. അന്നേരം എഴുതുകയായിരുന്നു ഇങ്ങനെ: എൻ്റെ പ്രശ്നങ്ങളോട് ഞാൻ ഇങ്ങനെ പറയും, എനിക്കൊരു കർത്താവുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും ഞാൻ പറയും, എനിക്കൊരു കർത്താവുണ്ട്. കർത്താവിനോട് എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക എന്നല്ല, എൻ്റെ കർത്താവ് എനിക്കുണ്ട് ഈ പ്രശ്നങ്ങളുടെ മേൽ. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എനിക്കൊരു കർത്താവുണ്ട് എന്ന് ഞാൻ പറയും. അങ്ങനെ ഈ സഹോദരൻ തൻ്റെ ബോധ്യം എഴുതി വയ്ക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എഴുതിയത്? സിസ്റ്ററെ, അത് തന്നെ ആവർത്തിച്ച് പറയാൻ, എൻ്റെ പ്രശ്നങ്ങളോട് എനിക്കൊരു കർത്താവുണ്ടെന്ന് പറയാൻ, എൻ്റെ ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കാൻ, അതിനു വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. മിടുക്കനായി ഇന്നും കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചിട്ടൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, മിടുക്കനായിട്ടിരിക്കുന്നു. ചികിത്സകളൊക്കെ നടത്തിയപ്പം കർത്താവ് തന്നെ ശക്തമായിട്ട് ഇടപെട്ട് കർത്താവിൻ്റെ ശക്തമായ കരം പ്രവർത്തിച്ചൊരു അനുഭവം. സന്തോഷമായിട്ട് ഇന്നും ആ കുടുംബം ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മധൈര്യം നഷ്ടപ്പെടുത്തിയേക്കല്ല്. എത്ര കഠോരമായിട്ടുള്ള പീഡയാണെങ്കിലും, എത്ര വലിയ രോഗാവസ്ഥയാണെങ്കിലും, എത്ര വലിയ ഞെരുക്കമാണെങ്കിലും മനസ്സിൻ്റെ ധൈര്യം നീ നഷ്ടപ്പെടുത്തിയേക്കല്ല്. മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുത്തിയേക്കല്ല്. ഈശോയുടെ കുരിശ് ഓർക്കുന്നില്ലേ? ഇടത്തും വലത്തും 2 സഹോദരങ്ങളെ കുരിശിൽ തറച്ചിട്ടുണ്ടായിരുന്നു. ഇടത്ത് ഭാഗത്തൊരു കള്ളൻ, വലത്ത് ഭാഗത്തൊരു കള്ളൻ. 2 പേർക്കും കിട്ടിയ ശിക്ഷ ഒരേപോലെയാണ്. 2 പേരുടെ സഹനവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ വലത്ത് വശത്തുള്ള സഹോദരൻ ഒരു കാര്യം ഓർത്തു. എന്താണെന്നറിയോ? ഈ സഹനം ഞാൻ അർഹിക്കുന്നതാണ്. ഈ സഹനം ഞാൻ അർഹിക്കുന്നതാണ്. ഈ ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ ആത്മധൈര്യത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയില്ല. ആത്മധൈര്യം ചോർന്നു പോകാൻ ഇടയായില്ല. ഞാൻ അർഹിക്കുന്നു ഈ വേദന, ഈ ശിക്ഷ, ഈ നൊമ്പരം, ഈ സഹനം ഞാൻ അർഹിക്കുന്നു എന്ന ചിന്ത അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മുഖം മനസ്സിൽ തെളിയിക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാൻ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നുകരാൻ, ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബോധ്യം, ഞാൻ ഈ സഹനം അർഹിക്കുന്നു എന്ന ബോധ്യം ആ സഹോദരന് ശക്തിയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ വലതുവശത്ത് കിടന്നിരുന്ന സഹോദരൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. ക്രിസ്തുവിനോട് പറയുന്നു, ക്രിസ്തുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലാണ്. അവന് രക്ഷ കിട്ടുകയാണ്. അന്നേരം രക്ഷ കിട്ടുകയാണ്. ഇടത്ത് വശത്ത് കിടന്ന കള്ളനോ ഒരേ ശിക്ഷയാണ്, ഒരേ വേദനയാണ്. പക്ഷെ അവൻ, ഞാൻ അർഹിക്കുന്നതല്ല ഈ വേദന, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെ സ്വയം നീതീകരിച്ച് അല്ലെങ്കിൽ സ്വയം പഴിച്ച് വേദനിച്ച് പരാതി പറഞ്ഞ് പിറുപിറുത്ത് സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കി അങ്ങനെ കഴിഞ്ഞു. അവന് ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ല. അവന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഭാരമുള്ളതായി തോന്നും, വേദനകൾ ഭാരമുള്ളതായിട്ട് തോന്നും. ജീവിതം നശിപ്പിച്ചാൽ മതി, തകർത്ത് കളഞ്ഞാൽ മതി, അങ്ങനെ വരെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓരോ വേദനയും ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇത് കർത്താവ് എനിക്ക് സമ്മാനിക്കുന്നതാണ്, ഇത് കർത്താവിൻ്റെ അറിവോട് കൂടിയിട്ടാണ്, ഇത് കർത്താവ് തന്നെയാണ് എനിക്ക് സമ്മാനിക്കുന്നത്. ഈ ബോധ്യമുണ്ടെങ്കിൽ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ, ചില രോഗാവസ്ഥകൾ, ഇത് മുഴുവൻ കർത്താവ് അനുവദിച്ചിട്ടും ഇത് കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ സ്വീകരിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ആത്മധൈര്യം വർദ്ധിക്കുകയാണ്. എൻ്റെ ആത്മധൈര്യം വർദ്ധിക്കുകയാണ്. ഓർക്കണം സഹോദര, സഹോദരി, നിൻ്റെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. സ്വർഗത്തിൽ വലിയ സമ്മാനം നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ വലിയ സന്തോഷം നിനക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു മിഷനറി തൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ആവശ്യത്തിന് തൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. മിഷൻ പ്രവർത്തനങ്ങളുടെ ഇടയിൽ
തൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ അവധി പോലെ എടുത്തിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഈ സമയത്ത് ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ വരും തന്നെ സ്വീകരിക്കാൻ, ആരെങ്കിലുമൊക്കെ തന്നെ ഒന്ന് വീട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് പോകാൻ ഒരു സ്നേഹത്തോടെ വരും. ആരും വന്നില്ല. കണ്ടിട്ട് ആർക്കും ഒരു മൈൻഡും ഇല്ല. വീട്ടിൽ കയറി ചെന്നിട്ടാണെങ്കിൽ പോലും ആരും വലിയ കാര്യമായിട്ടൊന്നും, അദ്ദേഹം അവിടെ സാധാരണ ഉണ്ടായിരുന്ന പോലെ അനുഭവം. അദ്ദേഹം വേറെ ഒന്നും ആരിൽ നിന്നും ഒരു പ്രത്യേക പരിഗണനയോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഒരു സങ്കടം മനസ്സിൽ, ഒരു വേദന മനസ്സിൽ. ഇദ്ദേഹം ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത്രയും നാളും സുവിശേഷം പറഞ്ഞിട്ട്, ഇത്രയും നാളും ശുശ്രൂഷ ചെയ്തിട്ട്, ഇത്ര നാളും വിശുദ്ധിയിൽ ജീവിച്ചിട്ട് ഒരാൾ പോലും എന്നിലെ ഈശോയെ മനസ്സിലാക്കിയില്ലല്ലോ, ഒരാൾ പോലും എന്നെ അംഗീകരിച്ചില്ലല്ലോ. നീ മടുത്തോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചോ? എന്തേലും ചെയ്തു? ശുശ്രൂഷകളൊക്കെ ഭംഗിയായിരുന്നോ? എല്ലാം നന്നായിട്ട് പോയി, ആരും ഇല്ലായിരുന്നല്ലോ, എന്തേ എന്നെ സ്വീകരിക്കാൻ ആരും ഇല്ലാത്തത്? മനസ്സിലിങ്ങനൊരു വേദന. ഉടനെ ഈശോ മനസ്സിലിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ, നീ അതിന് നിൻ്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടില്ലല്ലോ. താൽക്കാലിക ഭവനത്തിലല്ലേ നീ വന്നത്. നിൻ്റെ സ്വന്തം ദേശത്ത്, നിൻ്റെ സ്വന്തം വീട്ടിൽ നീ എത്തിയിട്ടില്ലല്ലോ. എൻ്റെ ദൂതന്മാരുടെ കൂടെ നിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. സമ്മാനം എൻ്റെ കയ്യിലുണ്ട്, സമ്മാനം എൻ്റെ കയ്യിലുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ അവസാന ദിവസത്തിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സമയം സമ്മാനവുമായി നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട്, ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. കാരണങ്ങൾ ഉള്ള സഹനങ്ങൾ നമുക്കുണ്ടെങ്കിൽ, കാരണങ്ങളുണ്ട് സഹനത്തിന്, അങ്ങനെയാണ് നമ്മൾ സഹിക്കുന്നതെങ്കിൽ ഈ സഹനം വലത്ത് വശത്തെ കള്ളൻ്റെ ഒപ്പം നമ്മളെ നിർത്തും. അല്ല, കാരണങ്ങളില്ലാതെയാണ് ഞാൻ സഹിക്കേണ്ടി വരണത്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കാരണവുമില്ല, ഞാൻ സഹിക്കേണ്ടി വരികയാണ്, എന്നെ ക്രിസ്തുവിൻ്റെ ഒപ്പം നിർത്തും, എനിക്ക് ക്രിസ്തുവിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റും. സ്റ്റീഫൻ, ഓർത്തു നോക്ക്, ആദ്യത്തെ രക്തസാക്ഷിയാണ്. അനേകം രക്തസാക്ഷികളുടെ ചുടുനിണം അതാണല്ലോ നമ്മുടെ സഭയെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുക, അതാണല്ലോ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇന്നും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. രക്തസാക്ഷിയായ സ്റ്റീഫൻ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞിട്ട് കൊല്ലാൻ, എല്ലാവരും സ്റ്റീഫൻ്റെ നേരെ കല്ലെറിയാൻ. സ്റ്റീഫൻ ആരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, കല്ലെറിയുന്നവരിലേക്ക് ഒന്നും ശ്രദ്ധിച്ചില്ല. സ്റ്റീഫൻ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം, സ്റ്റീഫൻ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം. തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ദൈവത്തെ സ്റ്റീഫൻ മുഖാഭിമുഖം കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്റ്റീഫന് ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞത്, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിഞ്ഞത് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മധൈര്യമാണ്. വേണമെങ്കിൽ പറയായിരുന്നു, എന്നെ കൊല്ലല്ലേ, കല്ലെറിയല്ലേ, ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിട്ടേക്കേ, ഞാൻ പഴയ പോലെ ജീവിച്ചു കൊള്ളാം, ഞാൻ ഇങ്ങനെ വിശ്വാസമൊന്നും പ്രഘോഷിക്കാൻ പോകുന്നില്ല, പറയായിരുന്നു. ഇല്ല, ധൈര്യം നഷ്ടപ്പെടുത്തിയില്ല, ധൈര്യം ചോർന്നു പോകാൻ ഇടയാക്കിയില്ല. മരിക്കേണ്ടി വന്നാലും, ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഒറ്റയ്ക്കാക്കില്ല, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ മറക്കില്ല. എന്ത് ധൈര്യമായിരുന്നു സ്റ്റീഫന്, ഇല്ലേ? ഇന്നുമില്ലേ അനേകം മക്കൾക്ക്? എന്ത് വില കൊടുത്തും ക്രിസ്തുവിൻ്റെ ഒപ്പം നിൽക്കുന്ന അനേകം മക്കൾ. ഈ ഒരു ധൈര്യത്തിലേക്ക് നമുക്ക് വരണം. എത്ര സഹിക്കേണ്ടി വന്നാലും, എത്ര വിട്ടുകൾ കൊടുക്കേണ്ടി വന്നാലും, എന്തേറെ വേദനകൾ സ്വീകരിക്കേണ്ടി വന്നാലും നമുക്ക് ക്രിസ്തുവിനായി ജീവിക്കാം. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി തന്നെ ശിക്ഷണങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. ഒരുപാട് ശിക്ഷണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. കർത്താവ് തരും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഇങ്ങനെ പറയും, കുഞ്ഞേ, ധൈര്യം അവലംബിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ദുഃഖം അകറ്റി നിനക്ക് സന്തോഷം തരും. കുഞ്ഞേ, ധൈര്യമായിട്ടിരിക്കുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞേ വിളിക്കുകയാണ്, കർത്താവ് സ്നേഹത്തോടെ ഓരോ മകനെയും മകളെയും വിളിക്കുകയാണ്. കുഞ്ഞേ, ധൈര്യമായിട്ടിരിക്കുക, നിൻ്റെ ദുഃഖം അകറ്റി നിൻ്റെ കർത്താവ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിനക്ക് സന്തോഷം തരും. ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്ന് ചിലപ്പോൾ കർത്താവ് നമ്മളെ വിസ്മയിപ്പിക്കും. അർഹിക്കാത്ത നന്മകളാവും, അർഹിക്കാത്ത കൃപകളാവും. എങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങളുടെ നിറവിലൂടെ പോകുമ്പോൾ നമ്മൾ തന്നെയും വിസ്മയിച്ചു പോകും. ഓ, ഇതൊക്കെ എനിക്ക് കിട്ടിയോ? തോന്നിയിട്ടില്ലേ ചില സാഹചര്യങ്ങളിൽ? ചില സമയത്ത് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സഹനവും തരും. ഒറ്റയ്ക്കാവും, ഒരാളെപ്പോലും കൂട്ടിന് തരികയില്ല, ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളെപ്പോലും കൂട്ടിന് തരികയില്ല. അതും കർത്താവിൻ്റെ പ്രവൃത്തി. ശിക്ഷണങ്ങളുടെ നിറവിലൂടെ നയിക്കപ്പെടുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ ശൈലി സ്വന്തമാക്കുകയാണ്. മോശയുടെ സംഭവം ജീവിതം ഓർക്കുന്നില്ലേ? മോശ വലിയ ദേഷ്യക്കാരനാണ്. എന്തോ ഒരു ദേഷ്യമായിരുന്നു മോശയ്ക്ക്. ഒരു ഈജിപ്തുകാരനെയൊക്കെ കൊന്നിട്ട് മണലിൽ താത്തിയിട്ടില്ലേ? ഓർക്കുന്നില്ലേ മോശയുടെ ജീവിതം? വലിയ ദേഷ്യക്കാരനായിരുന്നു. സ്വർണത്തിൻ്റെ കാളക്കുട്ടീനൊക്കെ ഉണ്ടാക്കിയിട്ട് ജനം നൃത്തം ചവിട്ടുന്ന കണ്ടപ്പം ഇങ്ങോട്ട് വന്നിട്ട് ആ കാളക്കുട്ടീനെ വാങ്ങിയിട്ട് അവരോട് പറഞ്ഞു, എടാ ഇടിച്ച് പൊടിച്ച് ജ്യൂസാക്ക്. കുടിപ്പിച്ചില്ലേ ആ ജ്യൂസ്? സ്വർണത്തിൻ്റെ ജ്യൂസ് കുടിപ്പിച്ചില്ലേ ഇസ്രായേൽക്കാരെ? അത്ര അരിച്ചുകൊണ്ടായിരുന്നു ഈ മോശയ്ക്ക്. പക്ഷേ മോശ മാറി. മോശയുടെ മനസ്സിൽ കർത്താവിൻ്റെ സാന്നിധ്യം നൽകിയിട്ട് മോശയുടെ ജീവിതത്തെ കർത്താവ് മാറ്റുകയാണ്. 40 വർഷത്തോളം
ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ കാനാൻ ദേശത്തിലേക്ക് നയിക്കാൻ ഈ മോശയെ കർത്താവ് തിരഞ്ഞെടുത്തത്. മോശയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടും. അവർ മുഖാഭിമുഖം സംസാരിക്കും. അടുത്തിരുത്തി സംസാരിച്ച് മോശയുടെ ധൈര്യത്തെ വളർത്തുകയാണ്. മോശ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോവുകയില്ല, എന്നെ ഒറ്റയ്ക്കാക്കല്ല്, എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊന്നു കളഞ്ഞേര് പറഞ്ഞിട്ടുണ്ട്. ധൈര്യം ചോർന്നു പോവും, ഇടയ്ക്കിടയ്ക്ക് നഷ്ടധൈര്യനാവും, ഇടയ്ക്കിടയ്ക്ക് തളർന്നിരുന്ന് പോവും, എന്നെ കൊന്നു കളഞ്ഞേര് കർത്താവെ, ഈ കഥ ഇങ്ങനെ എനിക്ക് കാണാതിരിക്കട്ടെ, ഞാൻ എന്തിനാ ജനിച്ചു പോയി, ഇങ്ങനെയൊക്കെ മോശ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവ് അടുത്ത് വന്ന് ഇരുന്ന് വിളിച്ചിരുത്തി, മോനെ വാടാ മോശേ, ഈ കർത്താവ് ഇരുത്തുകയാണ് അടുത്ത്, മുഖാഭിമുഖം സംസാരിക്കാൻ. എന്നിട്ടോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് മോശ സൗമ്യനായിരുന്നു. എല്ലാവരും വെച്ച് കർത്താവ് അങ്ങനെയാ മോശയെക്കുറിച്ച് പറയും, ഏറ്റവും സൗമ്യനായിട്ടുള്ള മനുഷ്യൻ, ഏറ്റവും ശാന്തമായ സ്വഭാവമുള്ളവൻ. കർത്താവിനോടുള്ള വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവസാന്നിധ്യ അനുഭവത്തിൽ നമ്മൾ എന്നും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മധൈര്യം ചോർന്നു പോകാതെ കൃപയിൽ ജ്വലിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. സഹനങ്ങളുടെയും എതിർപ്പുകളുടെയും തിരസ്കരണങ്ങളുടെയൊക്കെ നടുവിൽ നമ്മുടെ ശാന്തത അത് നഷ്ടപ്പെടുത്താതെ, കുറെ കൂടെ മൂർച്ചയുള്ള വാക്കുകൾ പറയുന്നവരായിട്ട് മാറാതെ, കുറച്ചുകൂടെ റഫായിട്ട് നമ്മുടെ സ്വഭാവം മാറ്റാതെ സൗമ്യമായ ശാന്തമായ സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സിനിണങ്ങുന്ന ജീവിതമാക്കി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറ്റാൻ അവിടുന്ന് തന്നെ നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ചില സാഹചര്യങ്ങളിലെങ്കിലും തളർന്നിരിക്കാറുണ്ട്, ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ വേദനിച്ചിരിക്കാറുണ്ട്. ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ആത്മധൈര്യം ചോർന്നു പോകാൻ ഞങ്ങളിടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളെ എന്നും കരുത്തുള്ളവരാക്കി മാറ്റട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.